ഹായ് ഫ്രണ്ട്സ്, പ്രസീസ് കിച്ചൺ വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. പലതരത്തിലുള്ള ചമ്മന്തികളുണ്ട് അല്ലേ? തേങ്ങാ ചമ്മന്തി ഉണ്ട്, ഉള്ളി ചമ്മന്തി ഉണ്ട്, മുളക് ചമ്മന്തി ഉണ്ട്. ഇന്ന് നമ്മൾ മല്ലിയില കൊണ്ടുള്ള നല്ലൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ചമ്മന്തിയാണ്. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കണം. ഞാനിവിടെ ഒരു 4-5 വെളുത്തുള്ളി അല്ലിയും ഒരു കഷ്ണം ഇഞ്ചിയും തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. തീരെ ചെറിയ കഷ്ണം ഇഞ്ചിയല്ല ഞാൻ എടുത്തിരിക്കുന്നത്, അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളിയാണെങ്കിലും കുറച്ച് വലുപ്പമുള്ള അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ അല്ലി വെളുത്തുള്ളിയാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാൻ നോക്കുക കേട്ടോ. ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. പാത്രത്തിൽ ജലാംശമൊക്കെ വറ്റി പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏതു കുക്കിംഗ് ഓയിലായാലും കുഴപ്പമില്ല. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കുക, സിമ്മിലാക്കി വയ്ക്കുക. ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി അല്ലിയും ചെറുതായി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കിയതിനു ശേഷം കരിയാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ചെറിയുള്ളി തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 10-25 എണ്ണോളം ഉണ്ടാവും. ഇതുകൂടി നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ വഴന്നു തുടങ്ങിയിട്ടുണ്ട്. വെളുത്തുള്ളി കളറ് മാറി ചുവന്നുള്ളിയാണെങ്കിൽ നല്ലതുപോലെ വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ 5-6 ചുവന്ന മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. മുളകിൻ്റെ എരിവിനനുസരിച്ചും നിങ്ങൾക്ക് എത്ര എരിവ് വേണം എന്നുള്ളതിനൊക്കെ അനുസരിച്ച് മുളക് എടുക്കുക കേട്ടോ. അപ്പോൾ മുളക് കൂടി നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കരിയാതെ മുളക് കളറ് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ മുളക് നന്നായി അരഞ്ഞു കിട്ടുള്ളൂ. ഉള്ളിയും മുളകുമൊക്കെ കളറ് മാറി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതി ഞാനിവിടെ ചിരകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങ കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ തേങ്ങ വറുത്തെടുക്കുക. നമ്മളിവിടെ കുറച്ച് മല്ലിയില കഴുകി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് മല്ലിയിലയെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മല്ലിയില എടുക്കാം. തേങ്ങ ഇവിടെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നന്നായി വറുത്തെടുത്തില്ലെങ്കിലും ഒന്ന് കളറ് മാറാൻ തുടങ്ങുന്നത് വരെയെങ്കിലും വറുക്കുക. ഇത് വറുക്കുമ്പോൾ നല്ല മണം വരാറുണ്ട്.
ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയിലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു മണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും തേങ്ങയുടെയും ഒക്കെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു മണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മല്ലിയില ആ ഒരു പച്ചപ്പൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് അമർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ചതഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി ഇത് വീണ്ടും അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് ഒന്നുകൂടി നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി ഒരു തവണ കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് അരയാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. മല്ലിയില കുറച്ച് അരയാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വെള്ളം പാകണം. കുറച്ചുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മല്ലിയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. അത്രയും ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. ബൈ ബൈ.